Hi guys, welcome to my channel. Toniya Malite. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വന്നൊരു കിടിലനായിട്ടുള്ള ഒരു സ്ക്രബ്ബറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കൊച്ചു വീഡിയോ, എൻ്റെ കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്താണ് ചെറിയൊരു ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്താലാണ് ഇതുപോലത്തെ കിട്ടിക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇന്ന് നമ്മൾ എത്തുന്നത് ഒരു ന്യൂ ഐറ്റം അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ റിവ്യൂ പോലെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് എവർ യൂത്ത്. കണ്ടില്ലേ, എവർ യൂത്ത് നാച്ചുറൽസ് എന്നാണ് പേര്. ഇത് വാൽനട്ട് ഇല്ലേ, വാൽനട്ട് അല്ല വാൾനട്ട്, വാൾനട്ടിൻ്റെ ഒരു സ്ക്രബറാണിത്. ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്, ഒരു 2 months ഒക്കെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഫേസിനാണെങ്കിലും. നല്ലൊരു മാറ്റം നല്ല മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ ഫേസിലല്ലേ. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതിൽ പറയുന്നത് പോലെ തന്നെ റിമൂവിങ് ദ ഡാർക്ക് സ്പോട്ട്സ് അല്ല, ബ്ലാക്ക് ഹെഡ്സ്, സോറി, ബ്ലാക്ക് രണ്ടും ഒന്നല്ലേ അല്ലേ. ഓക്കെ, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റത്തിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഇത് ഞാൻ മെയിൻലി വാങ്ങിയത് ഞാനല്ല, എൻ്റെ ചേച്ചിയാണ്. അവൾ പുറത്ത് മീൻസ് അവൾ ബഹ്റൈനിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ഐറ്റം എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ വില എനിക്ക്, നാട്ടിലത്തെ വില എനിക്ക് അറിയില്ല കേട്ടോ, ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു സ്ക്രബറാണ് നമ്മുടെ ഫേസിൽ. പിന്നെ മോസ്റ്റ്ലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഇത്. കാരണം പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പിമ്പിൾസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് പിമ്പിൾസ് അങ്ങനെ അധികം വരാത്ത ഒരു ഫേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പിമ്പിൾസ് അധികം വരാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പിമ്പിൾസ് വരുന്നവരൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിമ്പിൾസ് ഉള്ളവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ലിപ്സ്റ്റിക്കില്ലേ, ഓക്കെ, ഈ ലിപ്സ്റ്റിക്ക് പുതിയൊരു ഐറ്റമാണ് കേട്ടോ, പുതിയൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതൊരു 12 പാക്ക്, അതായത് 12 ട്യൂബ്സിൻ്റെ ഒരു പാക്കായിരുന്നു. 200 രൂപയ്ക്ക് താഴെയായിരുന്നു കേട്ടോ എമൗണ്ട് വന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കളർ ചേഞ്ചസ് ഉള്ളതാണ്. ആ ഒരു പാക്കിൽ മീൻസ് ഒരു 12 ട്യൂബ്സ് ഉണ്ട് അതിൽ. നല്ലൊരു എന്താ പറയുക, നല്ല ലിപ്സ്റ്റിക്കാണ്. ലൈറ്റ് കളറൊക്കെ എനിക്ക് ഇഷ്ടം, ലൈറ്റ് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൽ ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നപോലെ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുക, ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു 2 months ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 150 ഗ്രാമാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ അടങ്ങിക്കുന്ന എന്താ പറയുക, ഇത് മറ്റേ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് ഫേസ് നല്ലോണം കഴുകി ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്താലോ, ചെയ്യാം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകണം. ഞാൻ ഫേസ് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ, കഴുകി നല്ലോണം തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകണം. ഇത് ഒരുപാടൊന്നും എടുക്കണ്ട, നമ്മുടെ ഫേസിൽ പറ്റുന്ന അത്ര എടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയാണ് എടുത്തേക്കണേ. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ഇതിൽ കണ്ടില്ലേ, ഒരു തരി പോലെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കയ്യിൽ ഇങ്ങനെ നല്ലോണം ഇതാക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ക്യാമറയുടെ ഒരു പ്രശ്നം കേട്ടോ, എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വേണം കാണുന്നത്. ഓക്കെ, ഇത് കണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വല്ലാണ്ടാക്കാണ്ടു. ഇതിൽ ഇങ്ങനെ സ്ക്രബർ ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറയുക, തരി പോലെ സാധനങ്ങളുണ്ട്. അപ്പം നമുക്കത് നല്ലതാണ് നമ്മുടെ ഫേസിൽ സ്ക്രബറിങ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒന്നും കൂടി ഞാൻ പറയുന്നു, മുഖത്ത് കുരുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കുരുക്കളില്ലാത്തവരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഞാനൊരു ഇതെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി സർക്കുലർ മോഷൻസിൽ ഇതൊന്ന് സ്ക്രബറിങ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ ഒരു നോസിൻ്റെ സ്ഥലത്തൊക്കെ ആണ് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ സാധ്യത. അപ്പോൾ അതൊക്കെ നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് അവർ നല്ലോണം നമ്മളെ വേദനിപ്പിച്ച് കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച വരും. അപ്പോൾ ഇതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ. ഇതെപ്പോഴും ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി.
സ്ക്രബറിങ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണേക്കാളും നല്ലത് ആഴ്ചയിൽ 2 ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ട് ചെയ്തതിനും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലോണം സ്ക്രബർ ചെയ്ത്, അപ്പോൾ അത് ഡ്രൈ സ്കിന്നിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ മുഖം നല്ലോണം തുടച്ചതിന് ശേഷമായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം നല്ലോണം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ തരി പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇതൊരു 2 മിനിറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്ത് നല്ലോണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. കാരണം ഇവിടെ നിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ കഴുകി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ശരിക്കും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ അധികം പെട്ടെന്ന് നമുക്ക് ഇതാകാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് സ്മൂത്ത് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല സ്മൂത്താവും നമ്മുടെ ഫേസ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന്. ഗ്ലോ മാത്രമല്ല, അതുപോലെ തന്നെ നല്ലൊരു ലാസ്റ്റ് ഫിനിഷാണ്. നല്ലൊരു ഫിനിഷിങ് ആണെങ്കിലും നല്ലൊരു ഗ്ലോ, നല്ലൊരു സ്മൂത്ത് ഒക്കെ ആയിട്ട് കിട്ടും. അപ്പം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നോക്കൂ, നല്ലൊരു സ്മൂത്താണ് കേട്ടോ. ഇവിടുത്തെ ഡാർക്ക് സ്പോട്ട്, എനിക്ക് ഈ ബ്ലാക്ക് സ്പോട്സുകൾ കുറച്ചുണ്ട്. ഇവിടുത്തെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ഇതിലുണ്ടായിരുന്നു. അതൊക്കെ ലൈറ്റായിട്ടുണ്ട്. ഈ ഐറ്റം നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വേറൊരു കിട്ടിക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. തോന്നിയാൽ ലിമിറ്റ്. ബൈ ബൈ, സീ യു.